പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രഹാം സി നടത്തുന്ന CBR ചാനലിലേക്ക് വേഗം വരുന്ന കർത്താവിന്റെ തുലസാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 5ാം ലോകമഹായുദ്ധത്തിൽ ോടുകൂടി 1000 ആണ്ട് വാഴ്ച ഭൂമിയിൽ കർത്താവ് മടങ്ങി വന്ന് ആരംഭിക്കും എന്നുള്ളതാണ് ലോക ചരിത്രത്തിലൂടെ ബൈബിളിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യം. നിത്യത മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങൾ ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തുടങ്ങി ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അൽഫയും ഒമേഗയും ആദ്യനും അന്തിനുമാണെന്ന് പറഞ്ഞ് ബൈബിളിൽ ക്ലോസ് ചെയ്യുക. കാരണം നിത്യത ആരംഭിക്കുക. കാരണം ദ പ്രോസസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രോഗ്രാം ഷീറ്റിൽ മനുഷ്യയോടുള്ള ഭൂമിയോടുള്ള വീണ്ടെടുപ്പോടുള്ള ബന്ധത്തിൽ അത് പൂർത്തിയായി. അതിന് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ സന്ദർഭോചിതമാണ് ദൈവത്തിനും വെളിപ്പെടുത്തിയിരിക്കുന്നത്. കുറേശ്ശെയാണ്. അതാണ് എബ്രാലേഖനത്തിൽ ദൈവം കൊണ്ട് ഭാഗമായി വിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം ഈ അന്ത്യകാലത്ത് അരുളി ചെയ്തിട്ട് പുത്രൻ മുഖാന്തരം നമ്മുടെ അരുളി ചെയ്യിക്കുന്നു. അടുത്ത് അവനെ താൻ സകലത്തിനും അധികാരിയാക്കി, അവകാശിയാക്കി എന്ന് പറഞ്ഞാൽ അവൻ മുഖാന്തരം സകലവും സൃഷ്ടിച്ചു എന്ന ആ വാക്യത്തിൽ പറഞ്ഞ. കാരണം യേശുക്രിസ്തു സൃഷ്ടാവാ, പിതാവായ ദൈവം തൻ്റെ വചനം ജഡമാക്കി അതേ ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയെ വീണ്ടെടുക്കുന്ന ചരിത്രമാണ് ഹിസ്റ്ററി. അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറിൽ ഈ ലോകചരിത്രം പറഞ്ഞ 20ാം നൂറ്റാണ്ടിൽ ഭൂമിയുടെ വീണ്ടെടുപ്പിന്റെ ആ ചരിത്രപരമായി അത് ലോക ജനത അറിഞ്ഞതിനും മഹാനായ ദാനിയേൽ പ്രവാചകനിലൂടെ നെബൂഖദ്നേസർ രാജാവിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചരിത്രം, അത് മേദോ പേർഷ്യ, അതുപോലെ തന്നെ ഗ്രീക്ക് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സെപ്റ്റുജന്റ് വേർഷൻ പഴയ നിയമം മുഴുവൻ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് കൊടുത്തത് 15-16 നൂറ്റാണ്ടുകളിലായപ്പോഴത്തേക്ക് ആ ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിലേക്കും കിങ് ജെയിംസ് വേർഷൻ ഹെൻറി 7 ജെയിംസ് ട്രാൻസ്ലേഷൻ മാറ്റി. അവിടുന്ന് ആ കാലഘട്ടത്തിൽ 20ാം നൂറ്റാണ്ടായപ്പോഴത്തെ ബൈബിള് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടി. മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക്. അതിന് വില്യം കേരിയെയും ഹെൻറി സാമുവലിനും ഒക്കെ ദൈവം ഹിന്ദിയിലേക്ക് ലാംഗ്വേജും ഒക്കെ ലാംഗ്വേജ് ഉണ്ടാക്കുക. ഇന്നും നമ്മുടെ റെനി ജോർജിന്റെ സഹോദരന്മാർ വടക്കേ ഇന്ത്യയിൽ പോയി ഭാഷ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, എന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ചരിത്രം പഠിപ്പിക്കാനായിട്ടാണ്. 1ാം ലോകമഹായുദ്ധം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകം എന്ത് നേടി? ലോകം ഒന്നും നേടിയിട്ടില്ല, പക്ഷെ ദൈവത്തിന്റെ വചനം നിവൃത്തിയായി. 1ാം ലോകമഹായുദ്ധത്തിൽ അത് ദൈവത്തോട് മത്സരിച്ച് ഇസ്രായേൽ രാജ്യത്തിന് ഈ ചരിത്രം മുഴുവൻ എക്സ്പോസ് ചെയ്ത് അവരെ കൊണ്ട് ഭൂമിയെ വീണ്ടെടുക്കാന്ന് വെച്ച് അവർ മത്സരികളായി തീർന്നപ്പോഴത്തേക്ക് അവരുടെ സാമൂഹ്യ അംഗീകാരം നഷ്ടപ്പെടുത്തിയത് തിരിച്ചു കിട്ടുന്നതാണ് മൈഗ്രേറ്റ് ചെയ്ത് തിരിച്ചു വരുന്നതാണ് ഫസ്റ്റ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിലായപ്പോഴത്തേക്ക് ഈ മത്സരികൾ തന്നെ BC 606 നെബൂഖദ്നേസർ രാജാവിനെ കൊണ്ട് ഒരു രാജ്യം നഷ്ടപ്പെട്ടു പോയി. അവര് ബാബിലോണിൽ അടിമകളായി പോയി തിരിച്ച് 70 വർഷം കഴിഞ്ഞ് വന്നെങ്കിലും യെരമ്യാ പ്രവാചകന്റെ പറഞ്ഞ പ്രകാരം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ അവര് നഷ്ടപ്പെട്ടു പോയ ആ രാജ്യം സെക്കൻഡ് വേൾഡ് വാറിൽ 1948 സ്വതന്ത്ര രാഷ്ട്രമായി. ഇപ്പോഴും അവർക്ക് യേശുക്രിസ്തു വരുമ്പം രാഷ്ട്രമില്ലായിരുന്നു, സാമൂഹ്യ അംഗീകാരമില്ലായിരുന്നു. എന്നാൽ ഇത് രണ്ടും ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ തിരിച്ചു കിട്ടി. പക്ഷെ ഇന്ന് ദൈവാലയമില്ല. അത് AD 70 റോമൻ കൈസറുടെ തീറ്റോസിനെ കൊണ്ട് അത് കത്തിച്ചു കളപ്പിച്ചു. ഇപ്പൊ ദൈവാലയമില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ, യാഗമില്ലാതെ കിടക്കുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനിയും എസെക്കിയേൽ പ്രവാചകൻ കൂടിയാണ് അവിടെ ആത്മീക അംഗീകാരം. ആ എസെക്കിയേൽ പ്രവാചകൻ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഷെഖേനായി ഇറങ്ങി വന്ന് വസിച്ചിരുന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ അത് മദ്ബഹയിൽ നിന്ന് അത് നേരെ മുകളിലോട്ട് പൊങ്ങി ഒലിവുമലയിൽ പോയി നിന്ന് ഒലിവുമല ഇതിന് വാനിഷ്ഡ് ആകുക. അതാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായത്തിൽ. തുടർന്ന്
അവരുടെ ആത്മീയകാരം നഷ്ടപ്പെട്ടു പോയ ചരിത്രമാണ് ഇന്നുവരെയും കിടക്കുന്നത്. ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. അവരുടെ ദൈവാലയം എന്ന് തിരിച്ചു കിട്ടുമോ? അതായത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയും. അതാണ് ഡോം ഓഫ് ദി റോക്കും അല്ലസ്കായും ഇന്ന് യേശുലേം ദൈവാലയം പണിതതിൻ്റെ മുകളിൽ നിൽക്കുക. ജാതികളുടെ കാലം തികയുവോളം. ജാതികളുടെ തികയണമെന്നുണ്ടെങ്കിൽ അത് പെന്തിക്കോസ് നാളിൽ ആരംഭിച്ച സഭാകാലം, നെബൂഖദ്നേസർ രാജന്റെ കാലം മുതൽ ജാതികളുടെ കാലം ആരംഭിച്ചു ഒരു കണക്കിലും. എന്നാൽ ദൈവസഭ അതിൻ്റെ പൂർത്തീകരണത്തോടുകൂടി മൂന്നാം ലോകമഹായുദ്ധത്തിൽ റാപ്ചറാകുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മൂന്നാം ലോകമഹായുദ്ധത്തിൽ അത് റാപ്ചറായി കഴിയുമ്പോഴത്തേക്ക് അവരുടെ ചരിത്രം എത്താണ്ട് അവരുടെ ഇസ്രായേലിന്റെ മഹോദരകാലത്തിന് ആരംഭം കുറിക്കും. കാഹളത്തിന് പെരുന്നാളിൽ, മൂന്നാം ലോകമഹായുദ്ധത്തിലെ കാഹളത്തിന് പെരുന്നാളിൽ ഇസ്രായേലിന് കൊടുത്ത 7 പെരുന്നാളിൽ പെസഹായ്ക്ക് ലോകത്തിന്റെ വീണ്ടെടുപ്പ്. ആദ്യത്തെ 3 പെരുന്നാൾ ലോകത്തിന് പെസഹ കുഞ്ഞുങ്ങൾ അറുക്കപ്പെട്ടു. പുളിപ്പില്ലാതെ പാപമാണെന്ന് പുളിപ്പിനെ മാറ്റി ആദ്യബലിക്കറ്റമായ യേശു ക്രിസ്തു മനുഷ്യത്വത്തിൽ ഉയർത്തുന്നേറ്റു. 4ാമത്തെ പെരുന്നാൾ പെന്തിക്കോസ് നാളിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടന്നു, സഭയുണ്ടായി. ആ സഭ പോകുന്നതാണ് അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. എങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചോട് ഉയർപ്പെന്നല്ലാതെ. അതായത് ഇതിന്റെ അർത്ഥം പെന്തിക്കോസ് നാളിൽ ഇസ്രായേൽ മക്കളെ ദൈവാലയത്തെ അത് അവിടുന്ന് ആരാധന മാറ്റി. യോഹന്നാൻ ജാതികളുടെ കാലം അനുഭവിച്ചു. ജാതികാലം തികയുവോളം അത് സഭയുടെ റാപ്ചർ വരിക. വേദോസം പഠിക്കുമ്പോൾ അത് തേർഡ് വേൾഡ് വാറിലാണ്. തേർഡ് വേൾഡ് സഭ പോയി കഴിഞ്ഞാൽ പിന്നെ അത് 4ാം ലോകമഹായുദ്ധം 3.5 വർഷം അവരുടെ യെരുശലേം ദൈവാലയത്തിന്റെ ഡെഡിക്കേഷനാണ്. 1260 ദിവസം കൊണ്ട് അതെന്ത് ചെയ്യാം? വെളിപ്പാട് പുസ്തകം 12, 17, 18 അധ്യായത്തിൽ വേണം പറയാം. അത് 4th വേൾഡ് വാർ. അവരുടെ ദൈവാലയം പണിത് ഉദ്ഘാടനത്തിന് യാഗം നടത്താനായിട്ട് ദൈവത്തിന്റെ അനുവാദമില്ല. അതുകൊണ്ട് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന യൂറോപ്യൻ ചെയർമാൻ അത് പിടിച്ചെടുത്ത് അവർ പ്രവാസികളായി വീണ്ടും അവര് ജോർദാനിലേക്ക് പോവുക, പെട്ര എന്ന സ്ഥലത്തേക്ക്. അവിടെ കിടക്കും അത് 4th വേൾഡ് വാർ. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് അവർ തിരിച്ചറിയുമ്പോഴത്തേക്കാണ് അവർ നിലവിളിച്ച് അവരുടെ മഹോദരകാലത്തിന്റെ ക്ലൈമാക്സ് എത്തിക്കഴിയുമ്പോഴത്തേക്കാണ് 5th വേൾഡ് വാർ. പ്രൈസ് ദി ലോർഡ്. ആ 5th വേൾഡ് വാറിൽ ആണ് യേശു കർത്താവ് 3ാം ലോകമഹായുദ്ധം സ്വർഗത്തിലേക്ക് ഉയർന്നേറ്റ് വിളിച്ചുകൊണ്ടുപോയ പുതിയ നിയമസഭയും പഴയ നിയമ വിശുദ്ധന്മാരും ഒരുമിച്ച് മടങ്ങി വന്ന് 5ാം ലോകമഹായുദ്ധത്തിൽ ഒലിവുമലയിലേക്ക് വന്ന് ഒലിവുമല 2ആയി പിളരും. അത് ഷെറാട്ടൺ ഹോട്ടലുകാർ അവിടെ ഹോട്ടൽ പണിയാൻ നോക്കിയിട്ട് പണിയാൻ വലിയ ഹോളോയാ. ഇതെല്ലാം ചരിത്രപരമായി സയന്റിഫിക്കലി പ്രൂവൺ തിങ്സാണ്. നമ്മുടെ കർത്താവ് വരുന്നു, അതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നത് അതെ ഈ ലോകത്തെ 1000 ആണ്ട് ഭരണത്തിന് വേണ്ടി വരുന്ന 5ാം ലോകമഹായുദ്ധത്തിലാണ്. 5ാം ലോകമഹായുദ്ധം ഹർമഗദോൻ വെളിപ്പാട് 16-ാം അധ്യായത്തിലാണ് പറയുന്നത്. എസെക്കിയേൽ 39-ാം അധ്യായം, എസെക്കിയേൽ 38-ാം അധ്യായവും യോവേൽ 2-ാം അധ്യായവും ആണ് തേർഡ് വേൾഡ് വാർ. 4th വേൾഡ് വാർ എന്ന് പറഞ്ഞ റെവലേഷൻ 12, 17, 18. 5th വേൾഡ് വാർ എന്ന് പറയുന്നത് എസെക്കിയേൽ 39-ാം അധ്യായവും യോവേൽ 3. അതെ, ഇത് നിവൃത്തിയാകുമ്പോൾ അതെ ലോകത്തിലെ ജനസംഖ്യ ഇന്ന് 800-ൽ കോടി ജനമുണ്ട്. ഈ 3 ലോകമഹായുദ്ധം കൊണ്ട് അത് 140-150 കോടി താഴെയായി മാറും. അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ് വെറുതെ ഉണ്ടായതല്ല സംഭവിച്ചത്. മുസ്ലിം രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ അത് ക്രിസ്ത്യൻസ് ആണ്, ട്രംപ് പിന്നെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി. അബ്രഹാമിന്റെ മക്കളാ, അബ്രഹാമിന്റെ വിശ്വാസമുള്ള പുതിയ നിയമസഭ അവര് അബ്രഹാമിന്റെ മക്കളാ. ഇസ്രായേൽ മക്കള് അവരുടെ ശരീരം കൊണ്ട് ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മക്കള് അവര് അബ്രഹാമിന്റെ മക്കളാ. ഇസ്മായിലിന്റെ സന്തതി അവർക്കും ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന 1000-ാം ആണ്ട് വാഴ്ച. അത് ഇസ്രായേലിന് അബ്രഹാമിന്റെ കാലം മുതലുകൂടി ദാവീദിന്റെ കാലം 1000 വർഷം കൊടുത്ത് സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തം അവർ അറിയാത്തിരി ചെറിയ ക്രൂശിച്ചു. അതിന്റെ അടിയായി ഇപ്പൊ കിടന്നുകൊണ്ട് അനുഭവിക്കുന്നത്. അതിന്റെ ഫൈനൽ അടിയാണ് മഹോദരകാലം, യാക്കോബിന്റെ ഘട്ടകാലം എന്ന് പറയുന്നത്. തേർഡ് വേൾഡ് വാർ മുതൽ 3ാം ലോകമായി സഭയെടുക്കപ്പെട്ട് കഴിയുമ്പോൾ
അവരുടെ ദൈവാലയം പണിയുന്നതോടുകൂടി ഉണ്ടാകുന്ന ടോർച്ചറിങ് മുഴുവൻ പീഡയാണ്. അത് ടു 5th വേൾഡ് വാർ വരെ നിയർ അബൌട്ട് 7 വർഷമാണ് യാക്കോബിന്റെ കഷ്ടകാലത്തിന്. അതിന് ആദ്യത്തെ 3.5 വർഷം കൊണ്ട് ദൈവാലയം പണിയും. അതിന്റെ ഉദ്ഘാടനത്തിനാണ് യാഗം പാടില്ല, ആന്റി ക്രിസ്ത്യൻ ദൈവം അങ്ങ് കൈവിട്ടേക്കും, ദൈവാലയം പിടിച്ചെടുക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവാലയം പിടിച്ചെടുത്ത് അവരുടെ ലോകത്തിന്റെ എക്കണോമിക് സിസ്റ്റവും ഫൈനാൻസ് എല്ലാ സാഹചര്യവും വഷളാക്കി മനുഷ്യൻ ഒന്നിനും പട്ടിണിയും ദാരിദ്ര്യവും യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പലും കൊണ്ട് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ നിലവിളിച്ച് അയ്യോ ഇതുപോലെയുണ്ട് ആ നാളിൽ ചുരുക്കാതിരുന്നാൽ കർത്താവ് പറഞ്ഞേക്കുന്നത്. അത് അവർ ഇസ്രായേലിനുള്ള ബന്ധത്തിലാണെങ്കിൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന. അത് കഴിയുമ്പോഴാണ് സ്തോത്രം മഹോദരകാലത്തിന്റെ അവസാനം വരുന്നത്. ദൈവമക്കളെ, 5ാം ലോകമഹായുദ്ധത്തോടെ പുതിയ നിയമസഭ റാപ്ചർ ആയതൊരു ശരീരത്തിൽ മരിച്ചുപോയ വിശുദ്ധനും കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലിന് സ്വർണ്ണ ക്രിസ്തുവിൽ മരിച്ചു മുൻപോയി ഉയർന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നമ്മൾ ചെയ്യാം 3ാം സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് മഹോദരകാലത്തിന്റെ അവസാനമായ 5ാം ലോകമായി തിരിച്ചു വന്ന 1000 ആണ്ട് വാഴ്ചയും. ഇതാ ബൈബിളിലെ 3ാം ലോകം 5ാം ലോകമായിട്ട് പ്രത്യേകത. അത് അവരുടെ യാക്കോബിന്റെ കഷ്ടകാലം ആരംഭിക്കും. നമ്മുടെ റാപ്ചർ, നമ്മുടെ ശരീരം കിട്ടും. അത് വീണ്ടെടുപ്പിന്റെ ആദ്യത്തെ പടി. അത് നമ്മുടെ കർത്താവ് വരുന്ന അതിനെ ഒരുങ്ങുവാൻ കേട്ടിട്ടില്ലാത്ത എല്ലാവരും ശ്രദ്ധിക്കുവാൻ ബൈബിളിൻ്റെ അകത്ത് ഇതെല്ലാം ബൈബിളിൽ മാത്രമാണ് ഞാനീ പറഞ്ഞത്. സ്തോത്രം. അത് ഒരുങ്ങുവാൻ നിങ്ങളെല്ലാവരും ആഹ്വാനിച്ചതുകൊണ്ട് തൽക്കാലം നിർത്തും. നിങ്ങളുടെ സ്വന്തം പാസ്റ്റർ ജോസ് പീറ്റർ. എൻ്റെ മൊബൈൽ നമ്പർ 9037528165. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്നെ വിളിക്കാം, ഏത് സംശയം ചോദിക്കാം. ഐ എം റെഡി ടു ആൻസർ യു. നമ്മുടെ കർത്താവ് വരുന്നു. അത് ഈ തലമുറയിൽ, അത് 3ാം ലോകമഹായുദ്ധം 2025-ലാണോ, കാഹളത്തിൽ പെരുന്നാൾ സെപ്റ്റംബർ 12 മാസം ഇസ്രായേലിന്റെ ആണ്ടുപിറപ്പ്, ഇസ്രായേൽ ന്യൂ ഇയർ ഫസ്റ്റ് ഡേയാണ്. അത് 3 ദിവസം എടുക്കും. അതുകൊണ്ടാണ് നാളെ നാട് എറിയാത്ത. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആമേൻ. സ്തോത്രം. താങ്ക് യു.